ഹായ് എവരിവൺ, ഏക്കർ ബേസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC LGS ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യപേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണ നൽകി. അത് ശരിയാണ്. രാംപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. അതും ശരിയാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. അതും ശരിയാണ്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ആ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയെ സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രാംപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. ശരിയാണ്. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അതും ശരിയാണ്. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. അതും ശരിയാണ്. ഗോവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നു. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടെ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. ശരിയാണ്. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. അതും ശരിയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ശരിയാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗതീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ കേരള സംസ്ഥാനം ഉൾപ്പെടുത്തി. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 പ്രസ്താവന ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകളാണ്. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐൻ ഐ അക്ബരി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. ശരിയാണ്. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. വക്കീൽ, വസീർ, മിർബക്ഷി, സദർ ഇസ് സുദൂർ. അതും ശരിയാണ്.
മതേതരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത്. അതും ശരിയാണ്. ജുഡീഷ്യറിയും സൈന്യവും ഒഴികെയുള്ള എല്ലാ അധികാരങ്ങളുടെയും തലവനായിരുന്നു രാജാവ്. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 പ്രസ്താവനയും ശരിയാണ്, 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐനി അക്ബരി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അക്ബറിന്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മീർബക്ഷി കരസേനയുടെയും ഭരണത്തിന്റെയും ചുമതലയുള്ള മന്ത്രി, സദർ ഉസ് സുദൂർ മതത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും ചുമതല. മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത്. സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പരിവ്രാജക കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. ശരിയാണ്. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാംമോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. അതും ശരിയാണ്. പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് സമർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥ വിഭാഗങ്ങളുടെയും പുരോഗതി, അതും ശരിയാണ്. ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബെസന്റ് വിശ്വസിച്ചു. അപ്പോൾ ഈ 4 പ്രസ്താവനയും ശരിയാണ്. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ 4 പ്രസ്താവനകളും ശരിയാണ്. തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. ശരിയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. ശരിയാണ്. ലിറ്റണിന്റെയും കഴ്സണിന്റെയും പുരോഗമനപരമായ ഭരണ നയങ്ങൾ, അത് തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം, അത് ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഡുവൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. ശരിയാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ ഏലിജ ഇംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. അതും ശരിയാണ്. പിറ്റ്സിന്റെ ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ശരിയാണ്. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിന്റെയും തേയില വ്യാപാരത്തിന്റെയും കുത്തക തുടർന്നു. 4 പ്രസ്താവനകളും ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി 3 എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 3 അസംബ്ലികൾ ചേർന്നതാണ്. ശരിയാണ്. നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നവരുമായ ആളുകൾ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം നൽകിയവരാണ്. അതും ശരിയാണ്. വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ കാരണമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും തിന്മകളും സർക്കാരിന്റെ തെറ്റുകളുമാണ്. അതും ശരിയാണ്. മനുഷ്യന്റെ അവകാശങ്ങളുടെ പ്രഖ്യാപനം സാർവത്രികമായ പ്രയോഗങ്ങളും അത് തീർച്ചയായും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതും ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട ഈ 4 വസ്തുതകളും ശരിയാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ. പുനഃസജ്ജീകരണവും പ്രീണനവും ശരിയാണ്. മിലിറ്ററിസവും സാമ്രാജ്യത്വവും കൊളോണിയലിസവും, അതും ശരിയാണ്. മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും, അതും ശരിയാണ്. 4ാമത്തെ പോയിന്റ് തെറ്റാണ്. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ശരിയായ വസ്തുതകൾ: പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും ശരിയാണ്. പത്രങ്ങളും ആനുകാലികങ്ങളും ശരിയാണ്. ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും ശരിയാണ്. യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ആ 4 പ്രസ്താവനകളും ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങളാണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക.
ഇവിടെ ആദ്യ 20 കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ടും ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചാലകം അല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങളില്ല. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ് ഈ രണ്ട് പ്രസ്താവനയും. ആദ്യം 20 കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടും ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ആ പ്രസ്താവന നമുക്ക് മനസ്സിലാവും. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ആ പ്രസ്താവന മനസ്സിലായി, ഇത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇത് അന്തരീക്ഷത്തിലെ ചാലകമല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. റിവർ ഡെൽറ്റകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഒന്നാമത്തെ പ്രസ്താവന, നദീമുഖത്തുള്ള ഫാൻ ആകൃതിയുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തത്, ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. അത് ശരിയാണ്. നാലാമത്തത്, ഉയർന്ന വേലിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. അതും ശരിയാണ്. 1, 2, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. സരിസ്ക ടൈഗർ റിസർവ് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലാണ്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലാണ്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാലും രാജസ്ഥാനിലാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഇവിടെ 4 പ്രസ്താവനയുണ്ട്. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്കി 3, 1, 2, 3 ശരിയാണ്. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാല സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. അപ്പോൾ വസന്തകാല വിഷുവം മാർച്ച് 21, ശരത്കാല വിഷുവം സെപ്റ്റംബർ 23. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. കൃഷ്ണ നദീവ്യവസ്ഥ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ് കൃഷ്ണ നദീവ്യവസ്ഥ. കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. അപ്പോൾ കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 1, 2, 4 ശരിയാണ്. കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരുന്നു. ഇന്ത്യയുടെ പേയ്മെന്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന പലിശ നിരക്ക്. 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാനം ഇനം താഴെ പറയുന്നതിൽ ഏതാണ്? കടം വാങ്ങലും മറ്റ് ബാധ്യതകളും.
2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകളും. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കുമെങ്കിൽ ഉൽപ്പന്നത്തിലൊരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു, ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ്, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യത്യാസം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറന്റിയുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതെല്ലാം കറക്റ്റാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കുമെങ്കിൽ ഉൽപ്പന്നത്തിലൊരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു, ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ്, പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറന്റിയുമായി പൊരുത്തപ്പെടുന്നില്ല. താഴെ പറയുന്നവൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ്. താഴെ പറയുന്നവർ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ്. താഴെ പറയുന്നവർ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക നടപടിക്രമം വഴി. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക നടപടിക്രമം വഴി. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്? 3 തവണ. ആർട്ടിക്കിൾ 352. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്? 3 തവണ. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. താഴെ പറയുന്നതിൽ ഏതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? സൈനിക സേവനങ്ങളിലേക്കുള്ള നിയമന രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ പാർട്ടി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. ആം ആദ്മി പാർട്ടി. ഇന്ത്യയിൽ ദേശീയ പാർട്ടി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? 48 മണിക്കൂർ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവർ ഏതാണ്? സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവർ ഏതാണ്? സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജി. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് കൂടിയാട്ടം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് കൂടിയാട്ടം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥ്യത്വം വഹിക്കുന്നത് ആരാണ്? ഇറ്റലി. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥ്യത്വം വഹിക്കുന്നത് ആരാണ്? ഇറ്റലി. രാമകഥാപാട്ടിന്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാൻ. രാമകഥാപാട്ടിന്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാൻ. തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി തുഞ്ചത്ത് എഴുത്തച്ഛൻ. തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി തുഞ്ചത്ത് എഴുത്തച്ഛൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര് അയ്യങ്കാളി. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര് അയ്യങ്കാളി.
കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല കുസാറ്റ്. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല കുസാറ്റ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കിലിയൻ എംബാപ്പെ. താഴെ പറയുന്നവർ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? കമ്പൈലർ. താഴെ പറയുന്നവർ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? കമ്പൈലർ. താഴെ പറയുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? റൂട്ടർ. താഴെ പറയുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? റൂട്ടർ. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ HPE Cray EX235A. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ HPE Cray EX235A. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ബിങ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ നരീന്ദ്ര സിംഗ് കബാനി. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ നരീന്ദ്ര സിംഗ് കബാനി. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ആസ്ട്രോസാറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ആസ്ട്രോസാറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്? ആണവോർജം. താഴെ പറയുന്നതിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്? ആണവോർജം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം രത്തംബോർ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് രത്തംബോർ ദേശീയോദ്യാനം. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ്, സീരീസ് പാർട്ട് 2 ആണ്. അപ്പം ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുന്ന ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.